ഇടതു രാഷ്ട്രീയത്തിന്റെ നിലപാട് തറയിൽ ഉറച്ചു നിന്ന രണ്ടക്ഷരമാണ് ഇന്ന് മാഞ്ഞിരിക്കുന്നത്. ആ മാഞ്ഞിരിക്കുന്നു എന്ന വാക്കർത്ഥശൂന്യമാണ് എന്ന് അറിയാം. എന്നിരുന്നാൽ പോലും ജനഹൃദയങ്ങളിൽ അത്രത്തോളം ഇടം നേടിയ ഒരു സമര നേതാവാണ് VS അച്യുതാനന്ദൻ. അച്ചുമാമ എന്നാണ് പലരും അദ്ദേഹത്തെ സ്നേഹത്തോടെ വിളിച്ചിരുന്നത്. സഹോദരി സഹോദരന്മാരെ, പ്രിയപ്പെട്ട സഖാക്കളെ എന്ന് അദ്ദേഹം ഉറക്കെ പറയുമ്പോൾ അതിന് കാതോർക്കുന്ന ഒരു ജനമുണ്ടായിരുന്നു ഒരു കാലഘട്ടത്ത്. അത് ഉണ്ടായിരുന്നു എന്നതിൻ്റെ തെളിവ് ഇന്ന് നമുക്ക് നേർസാക്ഷ്യമാണ്. പ്രത്യേകിച്ച് ആ കാലഘട്ടത്തിലെ പലരും ഇന്ന് നമുക്ക് ഈ ദൃശ്യങ്ങളിലൊന്നും ചിലപ്പോൾ കാണാൻ കഴിഞ്ഞെന്ന് വരില്ല. അവർ വീടുകളിലിരുന്ന് അദ്ദേഹത്തിൻ്റെ ഈ വിലാപയാത്ര ചിലപ്പോൾ കാണുന്നുണ്ടായിരിക്കും. അദ്ദേഹത്തിന്റെ ആ കഴിഞ്ഞ ആ കാലഘട്ടത്തിൽ ആ സമരമുഖത്ത് VS അച്യുതാനന്ദൻ എന്ന നേതാവ് എങ്ങനെയായിരുന്നു എന്നുള്ളത് ആലോചിക്കാം. അവരുടെ കൂടെ പ്രവർത്തിച്ച ആ പ്രവർത്തന ദിനങ്ങളെ ഓർത്തിരിക്കുന്നുണ്ടാകും. ആ സമരവീര പോരാട്ടങ്ങളെ കുറിച്ച് ഓർത്തിരിക്കും. നമ്മൾ ഇപ്പോൾ കാണുന്ന ഈ ജനക്കൂട്ടം VS അച്യുതാനന്ദൻ എന്ന ആ നേതാവിനെ കാത്തിരിക്കുകയാണെങ്കിൽ ഇവരുടെ എല്ലാം തന്നെ നേരത്തെ നമുക്ക് ദൃശ്യങ്ങളിലെല്ലാം കണ്ടതുപോലെ, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ VS അച്യുതാനന്ദൻ ആരായിരുന്നു എന്നുള്ളത് അവരുടെ വീടുകളിൽ നിന്ന് അവർ തിരിച്ചറിഞ്ഞതിൻ്റെ ആവേശമാണ്. അവർ പഠിച്ച സമര പോരാട്ടങ്ങളുടെ ചരിത്ര താളുകളിൽ നിന്ന് അറിഞ്ഞതാണ് VS ആരായിരുന്നു, എന്തായിരുന്നു VSന്റെ നിലപാട് എന്നുള്ളത് അവർ തിരിച്ചറിഞ്ഞിരിക്കുന്നു. ആ തിരിച്ചറിവിന്റെ ഭാഗമാണ് ഇവിടെ കേൾക്കുന്ന ഉയർത്തിപ്പിടിച്ച കരങ്ങൾ, മുഷ്ടി ചുരുട്ടി അദ്ദേഹത്തിന് വേണ്ടിയുള്ള ഈ മുദ്രാവാക്യങ്ങളൊക്കെ. കണ്ണേ കരളെ VS, ഞങ്ങളുടെ നെഞ്ചിലെ റോസാപ്പൂവേ എന്ന ഈ ജനങ്ങൾ അത് ഉറക്കെ പറയുന്നുണ്ടെങ്കിൽ അത് ഒരാൾക്ക് മാത്രം അവകാശപ്പെടാവുന്ന മുദ്രാവാക്യമാണ്. അത് എവിടെയും ഈ ജനങ്ങൾ ഉറക്കെ പറയും. കണ്ണേ കരളെ VS എന്ന് ഒരാൾക്ക് മാത്രം അവകാശപ്പെടാവുന്ന മുദ്രാവാക്യം ഇന്ന് എവിടെയും ഉണ്ടോ എന്ന് പോലും നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു. അത്തരത്തിൽ ഈ മുദ്രാവാക്യം ഒരാൾക്ക് അവകാശപ്പെട്ടതാണ്. ആ അവകാശപ്പെട്ട ആളുടെ ചെവിയിലേക്ക് ഇത് കേൾക്കുന്നുണ്ടോ, അദ്ദേഹം ഇത് കാണുന്നുണ്ടാകും എന്ന് വിശ്വസിച്ചുകൊണ്ട് പലരും ഈ മുദ്രാവാക്യം ഉറക്കെ പാടുന്നു. ഈ ജനഹൃദയങ്ങളെല്ലാം തന്നെ അവിടെ എത്തിയിരിക്കുന്നത് VSനെ അവസാനമായി ഒരു നോക്ക് കാണുവാൻ വേണ്ടിയാണ്. ഇപ്പോൾ ചെങ്ങന്നൂരിൽ നിന്നും അമ്മിണി ചേരുന്നു. അമ്മിണി, സഖാവ് VS അച്യുതാനന്ദൻ ഇനിയില്ല, ഇത് അദ്ദേഹം ഇനി ജീവിക്കുന്നത് ജനഹൃദയങ്ങളിലാണ്. എങ്ങനെയാണ് അദ്ദേഹത്തെ ഓർത്തെടുക്കുന്നത്? സഖാവേ, ഞങ്ങളുടെ ജീവിതത്തിന്റെ മുന്നോടിയായിട്ട് ജീവിച്ചിരുന്ന ഞങ്ങളുടെ സഖാവ്, ഞങ്ങൾ സാധാരണക്കാരാണ്. ഞങ്ങൾ കർഷക തൊഴിലാളികളാണ്. എൻ്റെ സഹോദരന്മാർ രണ്ടുപേരും പാർട്ടി നേതാക്കന്മാരായിട്ട് നടന്നവരാ. ഞാനും ആ പാതയിൽ കൂടി കടന്നു പോയതാണ്. സഖാവ് ഞങ്ങൾക്ക് ജീവനും ഞങ്ങളിൽ ഒരാളാണ് നഷ്ടപ്പെട്ടത്. കേൾക്കുന്നുണ്ടോ സഖാവേ? കേൾക്കുന്നുണ്ട്. ഞങ്ങളിൽ ഒരാളാണ് നഷ്ടപ്പെട്ടത്. ഞങ്ങളുടെ കുടുംബം മൊത്തമേ സഖാവിന്റെ പാതയിൽ കൂടി കടന്നു പോയവരാ. തീർച്ചയായും ഞങ്ങളിൽ ഒരാളെയാണ് നഷ്ടപ്പെട്ടത് എന്നാണ് അമ്മിണി പറയുന്നത്. സാധാരണക്കാരായ കർഷക തൊഴിലാളികളായ ജനഹൃദയങ്ങളിൽ വളർന്നു വന്ന VS അച്യുതാനന്ദൻ ഇന്നില്ല എന്ന് പലർക്കും അത് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല എന്നുള്ളതാണ്. ഞങ്ങളിൽ ഒരു അംഗത്തെയാണ് നഷ്ടപ്പെട്ടത് എന്നതടക്കം ഇവർ പറഞ്ഞു വെക്കുന്നു. അത്തരത്തിൽ സാധാരണക്കാരുടെ നേതാവ് ഇനി ജനഹൃദയങ്ങളിലാണ് ജീവിക്കാൻ പോകുന്നത്. ആയിരം ആണ്ടരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് എനിക്ക് വയസ്സ് 76 ഉണ്ട്. തീർച്ചയായും അദ്ദേഹത്തിന്റെ ആയിരം അഭിവാദ്യങ്ങൾ, ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ്. ശ്രീ അമ്മിണിയാണ് കേരള വിഷൻ ന്യൂസിനോട് പ്രതികരിച്ചത്. എന്റെ വീട് ആലപ്പുഴയിൽ നിന്നും അനിൽകുമാറാണ് ചേരുന്നത്. അനിൽകുമാർ, തിരുവനന്തപുരത്ത് നിന്ന് ആലപ്പുഴയിലേക്കുള്ള ആ യാത്ര, ആ പാതയിലാണ് VS എന്നുള്ളത്. അദ്ദേഹത്തെ ആലപ്പുഴയിൽ എത്തി കാണാൻ താങ്കൾക്ക് സാധിക്കുമോ? എങ്ങനെയാണ്
അദ്ദേഹത്തെ ഓർത്തെടുക്കാനാവുന്നത്? അനിൽകുമാർ, തുടരാം. ആലപ്പുഴയിൽ നിന്നും അനിൽകുമാറാണ് നമ്മളോടൊപ്പം ഉള്ളത്. അനിൽകുമാർ, സമര നേതാവിനെ എങ്ങനെയാണ് താങ്കൾ ഈ ഒരു നിമിഷത്തിൽ ഓർത്തെടുക്കുന്നത്? സമര നേതാവിനെ ഓർക്കേണ്ട കാര്യമില്ല. എന്തുകൊണ്ടെന്നാല് ഞങ്ങളുടെയൊക്കെ ഉള്ളിൽ, യുവാക്കളുടെ ഉള്ളിൽ എന്നും ജീവിക്കുന്ന സഖാവാണ് സഖാവ് VS. എന്തുകൊണ്ടെന്നാൽ യുവാക്കൾക്ക് എന്നും തെറ്റിനോട്, തിന്മയോട് പ്രതികാരമുണ്ട്. ആ തിന്മ പൂർണ്ണമായിട്ടും തിന്മയാണെന്ന് ബോധ്യപ്പെട്ടെങ്കിൽ മാത്രമേ സഖാവ് VS അതിനെതിരെ പ്രതികരിക്കാറുള്ളൂ. ആ പ്രതികരണം, അതിന്റെ വിജയം കാണുന്നവരെ VS തുടർന്നുകൊണ്ടിരുന്നു. 84-ാം വയസ്സിലും ആ പ്രായം ഓർക്കാതെ മതികെട്ടാമലയിലും മറ്റും പോയ സഖാവ് VS എന്നും ഈ നാടിന്റെ അഭിമാനമാണ്. VS ഉണ്ടായത് കൊണ്ട് മാത്രമാണ് ഇവിടെ ഈ പാടങ്ങൾ നികത്താതെ കിടക്കുന്നത്. പാടങ്ങൾ നികത്തി നമ്മുടെ പ്രകൃതിയെ സംരക്ഷിക്കുന്നതിന് വേണ്ടി, നമ്മുടെ പ്രകൃതിയുടെ സന്തുലനാവസ്ഥ മാറിയപ്പോൾ സഖാവ് VSന്റെ ആ പോരാട്ടം ഇന്ന് തീർത്തും നമ്മുടെ ഭൂമിയെ, നമ്മുടെ പ്രകൃതിയെ സംരക്ഷിച്ചു. അത് VSന്റെ ഒറ്റ കഴിവാണ്. പിന്നെ അന്യ സംസ്ഥാന തൊഴിലാളികൾ ലോട്ടറി കേരളത്തിന്റെ സമ്പത്ത് മൊത്തം തകർത്ത് അവരുടെ കേസിലാക്കിയപ്പോൾ ആ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് സഖാവ് VS അതിനെതിരെ പ്രതികരിച്ചു. കേരളത്തിലെ ലോട്ടറി തൊഴിലാളികളെയും കേരള ലോട്ടറിയെയും സംരക്ഷിക്കുവാൻ സഖാവ് VS നടത്തിയ പോരാട്ടം എന്നും ജനമനസ്സുകളിൽ, ഇന്ന് അശരണരെ, തൊഴിൽ ചെയ്ത് ജീവിക്കാൻ പറ്റാത്ത തൊഴിലാളികളുടെ ആശയമാണ്, ഒരു അഭയ കേന്ദ്രമാണ് കേരള ലോട്ടറി. ആ ലോട്ടറിയെ ഇങ്ങനെ നിലനിർത്താൻ VS വഹിച്ച പങ്ക് വളരെ വലുതാണ്. ഞാനൊരു കർഷക തൊഴിലാളിയുടെ മകനാണ്. കർഷകന് നട്ടലുണ്ടെന്ന് കാട്ടിത്തന്ന സഖാവ് VS എന്നും ജ്വലിച്ചു നിൽക്കും. തൊഴിലാളികളുടെ മനസ്സിൽ ഒരിക്കലും VS മറയില്ല. എന്റെ പ്രിയപ്പെട്ട സഖാവിനെ ഒരുപിടി രക്തപുഷ്പങ്ങൾ അർപ്പിക്കുന്നു. തീർച്ചയായും ആലപ്പുഴ ജില്ലയിലെ ആലപ്പുഴക്കാരനായ VSന് ഒരു ആലപ്പുഴക്കാരന്റെ വിവാദങ്ങളാണ് നമ്മൾ കണ്ടത്. ഒരു കർഷകന് നട്ടലുണ്ടെന്ന് കാണിച്ചു കൊടുത്ത നേതാവാണ് VS അച്യുതാനന്ദൻ എന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുന്നു. അത്തരത്തിൽ ഈ വീഥികളിലുടനീളം ഇപ്പോൾ കഴക്കൂട്ടത്താണ് ഈ തിരുവനന്തപുരത്ത് ദർബാർ ഹാളിൽ നിന്നും ആരംഭിച്ച ആ യാത്ര എത്തി നിൽക്കുമ്പോൾ നിരവധിയായിട്ടുള്ള ആളുകളാണ് പാതയുടെ ഇരുവശവും അദ്ദേഹത്തെ അവസാനമായ ഒരു നോക്ക് കാണാൻ എത്തിയിരിക്കുന്നത്. ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്നും വാമൻ നമ്മളോട് ചേരുന്നു. ശ്രീ വാമൻ, പ്രത്യേകിച്ച് VS എന്ന ആ നേതാവിൻ്റെ പ്രവർത്തന മണ്ഡലം കൂടുതലും തിരുവനന്തപുരം കേന്ദ്രീകരിച്ചായിരുന്നു. അനന്തപുരിയുടെ മണ്ണിൽ നിന്നും അദ്ദേഹം ആലപ്പുഴയിലെ അദ്ദേഹത്തിൻ്റെ വസതിയിലേക്ക് യാത്രയായിരിക്കുന്നു. അദ്ദേഹത്തെ എങ്ങനെയാണ് താങ്കൾ ഓർത്തെടുക്കുന്നത്? എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും ധീരനായ ഒരു നേതാവ്, ഒരു ഭരണാധികാരി ഇനിയും നമ്മളെ കേരളത്തിൽ ഉണ്ടാവില്ല. എനിക്ക് 71 വയസ്സായി. ഞാൻ 18 വർഷം കൊണ്ട് ഞാൻ അദ്ദേഹത്തിന്റെ പാർട്ടിയായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞു പോകുന്ന ഒരാളാണ്. അദ്ദേഹത്തിന്റെ നിര്യാണത്തിൽ എനിക്ക് അങ്ങേയറ്റം വിഷമമുണ്ട്. ഞാൻ അദ്ദേഹത്തെ പലതവണ അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങളും അദ്ദേഹത്തെ കണ്ടിട്ടുമുണ്ട്. പക്ഷെ എനിക്കിപ്പോൾ വയ്യാത്തതുകൊണ്ട് എനിക്ക് അദ്ദേഹത്തെ വന്ന് കാണാൻ കഴിഞ്ഞില്ല. ഞാൻ ഈ TV-യിൽ കൂടെ കാണുന്നതേ ഉള്ളൂ. അദ്ദേഹത്തിന് എന്റെ പ്രണാമം. ലാൽ സലാം. വാമനാണ് നമ്മളോട് പ്രതികരിച്ചത്. അദ്ദേഹത്തെ നേരിട്ട് കാണാൻ തൻ്റെ സാധിച്ചില്ല. അതിനാൽ കേരള വിഷൻ ന്യൂസിലൂടെ അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ്. അത്തരത്തിൽ ഇന്ന് രാവിലെ മുതൽ കേരള വിഷൻ ന്യൂസിലേക്ക് ഒഴുകിയെത്തുന്നത് VS അച്യുതാനന്ദന് ആദരാഞ്ജലികൾ അർപ്പിക്കാൻ ആയിരങ്ങളാണ് നമുക്ക് വിളിച്ചുകൊണ്ടിരിക്കുന്നത്, നമുക്ക് സന്ദേശങ്ങൾ അയക്കുന്നത്. അത്തരത്തിൽ VS അച്യുതാനന്ദൻ എന്നുള്ള ആ ഒരു നേതാവിനെ എങ്ങനെയെല്ലാം അടയാളപ്പെടുത്താനാകുമോ അത്തരത്തിലെല്ലാം തന്നെ അടയാളപ്പെടുത്താൻ തങ്ങളുടെ
സാന്നിധ്യം അദ്ദേഹത്തെ അറിയിക്കാൻ നിരവധി ആളുകൾ വിളിക്കുന്നു. അതുകൂടാതെ നിരവധി ആളുകൾ ഇപ്പോഴും ഇന്നലെ അദ്ദേഹത്തിന്റെ വിയോഗ വാർത്ത അറിഞ്ഞത് മുതൽ കൂടുതൽ ആളുകളും സാബു വൈക്കത്ത് നിന്നും ചേർന്നു. സാബു, പറയാം. അതായത് ഒരിക്കലും ഞങ്ങളുടെ മനസ്സുകളിൽ മരിക്കാത്ത ഒരു സഖാവാണ് VS. മരിച്ചു ജീവിച്ച ഒരു മനുഷ്യനാണ് സഖാവ്. ആ മനുഷ്യനെ ഒരിക്കലും ഒരാളുടെ കൂടെയും താരതമ്യപ്പെടുത്താൻ പറ്റാത്ത ഒരു മനുഷ്യനാണ് സഖാവ് VS നെ പോലെ ഒരു മനുഷ്യൻ ഈ കേരളം കാണാനുമില്ല. കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും സമർത്ഥനായ ഒരു നേതാവാണ് VS. ലാൽ സലാം സഖാവേ. ഹലോ, അതും ഇല്ല. താങ്കൾ വാഹനത്തിൽ അദ്ദേഹത്തിന്റെ മൃതദേഹം വഹിച്ചുകൊണ്ടുള്ള യാത്ര കഴക്കൂട്ടത്ത് എത്തി നിൽക്കുന്നു. നിരവധി ആളുകൾ അദ്ദേഹത്തെ കാണാൻ ഇപ്പോൾ അവിടെ എത്തിയിരിക്കുന്നു. ഇനി ഉച്ചിറയിൽ നിന്നും സുമേഷാണ് നമ്മളോട് പ്രതികരിക്കുന്നത്. സുമേഷ്, എങ്ങനെയാണ് സമര നായകനെ ഓർത്തെടുക്കുന്നത്? VS അച്യുതാനന്ദനെ ഓർത്തെടുക്കുക എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ ഒരു പാർട്ടിക്കാരനോ അദ്ദേഹത്തിന്റെ ഒരു പ്രവർത്തന കാര്യങ്ങളോ ഒന്നും അല്ലായിരുന്നു. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് എന്റെ കോളേജ് പഠന കാലത്ത് ഞങ്ങളൊരു 10-30 ചെറുപ്പക്കാരെ അദ്ദേഹം യാത്രയായിട്ട് കാണാതോടെയും അദ്ദേഹത്തിന്റെ ആ ഇടപെടലുകളും ഞങ്ങളൊരു 30ഓളം ചെറുപ്പക്കാരുടെ ജീവിതം തന്നെ മാറ്റി കൊടുത്തു. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയവും അദ്ദേഹത്തിന്റെ ജാതിയോ അദ്ദേഹത്തിന്റെ മതമോ അദ്ദേഹത്തോട് യാതൊരു ബന്ധമില്ലായിരുന്ന 30ഓളം ചെറുപ്പക്കാരാണ് ഞങ്ങളൊരു പോലീസ് സ്റ്റേഷനിൽ അദ്ദേഹം കണ്ടുമുട്ടുന്നതും അദ്ദേഹം ഞങ്ങളുടെ അടുത്ത് ഈ കമ്മ്യൂണിസ്റ്റുകാരനാവണമെന്നോ ഈ കോൺഗ്രസ്സുകാരനാവണമെന്നോ BJP-കാരനാവണമെന്നോ പറഞ്ഞില്ല, ഈ മനുഷ്യനാവണമെന്നോ പറഞ്ഞു. അദ്ദേഹത്തിന്റെ അന്നത്തെ ആ ഒരു വാക്കുകളും അദ്ദേഹം ഞങ്ങളുടെ ജീവിതത്തിൽ ഇടപെട്ട ഇടപെടലുകളുമാണ് ഞങ്ങൾ 30ഓളം ചെറുപ്പക്കാരുടെ ജീവിതം മാറ്റിവെച്ചത്. ഇന്നേ വരെ ഈ കോളേജ് പഠനകാലമായിട്ട് ബന്ധപ്പെട്ട് അത്യാവശ്യം പഴക്കം കാര്യങ്ങളും യാതൊരു പ്രശ്നങ്ങളും ദിശാബോധം ഇല്ലായിരുന്നു ഞങ്ങള്. ഇന്ന് അദ്ദേഹത്തെ ഞങ്ങളൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരനോ കാര്യങ്ങളോ ഒന്നുമല്ല, ഇതിൽ പോലും അദ്ദേഹത്തെ വളരെയധികം ബഹുമാനിക്കുന്നുണ്ട്. അദ്ദേഹത്തെ പോലൊരു അദ്ദേഹം അനുസരണാണ്. അദ്ദേഹത്തെ പോലൊരു വ്യക്തി അദ്ദേഹം മാത്രമല്ല. VS-ന് പകരക്കാരനാകാൻ ഇനി ആർക്കും പറ്റില്ല. അദ്ദേഹത്തിനോട് ഒരിക്കലും തീരാത്ത നന്ദിയും കടപ്പാടും ഉണ്ട്. അതുകൊണ്ട് തന്നെ ഒരിക്കലും മരണം വരെ അദ്ദേഹത്തെ മറക്കത്തില്ല. അത്രമാത്രം അനുസരണായിട്ടുള്ളൊരു നേതാവാണ് അദ്ദേഹം, മനുഷ്യനെയാണ് അദ്ദേഹം. അദ്ദേഹത്തെ കുറിച്ച് ഈ സമയത്ത് പറയുമ്പോൾ കണ്ണ് നിറയുകയും വാക്കുകൾ ഇറയുകയും ചെയ്യാണ്. ഒരിക്കലും ഇപ്പം നാട്ടിലില്ലാത്തതിന്റെ പുറത്ത് അദ്ദേഹത്തെ നേരിട്ട് കണ്ടിട്ടൊരു അന്ത്യോപചാരം അർപ്പിക്കാൻ കഴിയാത്തതിനാൽത്താണ് വൈഫാണ് ഇതുവിട്ട് പറഞ്ഞത് ഇന്ന രീതിയിലൊരിതുണ്ട്, ആ രീതിയിലെങ്കിലും പറഞ്ഞു. ഞാനിപ്പം ബാംഗ്ലൂരാണുള്ളത്. വളരെയധികം വിഷമമുണ്ട്. അതേകൂട്ട് തന്നെ ഞാനുൾപ്പെടെയുള്ള ഞങ്ങളുടെ ഒരു കോളേജിലെ ഏകദേശം 30ഓളം അന്നത്തെ വിദ്യാർത്ഥികൾ, ചെറുപ്പക്കാര്, അവരെല്ലാരും ഇന്ന് ഇപ്പോൾ ഓർക്കുന്നുണ്ടായിരിക്കാം. അവരെല്ലാവരുടെയും ജീവിതം തന്നെ മാറ്റിമറിച്ചൊരു ഇടപെടലാണ് അദ്ദേഹത്തിന്റെ. അതേകൂട്ട് തന്നെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഒരുപാട് ചെറുപ്പക്കാരുടെ ജീവിതം അങ്ങനെ മാറ്റിമറിച്ചിട്ടുണ്ടെന്നുള്ള പൂർണ്ണ വിശ്വാസം എനിക്കുണ്ട്. നന്ദിയോടെ ഇപ്പോഴും അദ്ദേഹത്തെ ഓർത്തിരിക്കും. തീർച്ചയായും അദ്ദേഹത്തെ ബാംഗ്ലൂരിൽ നിന്നുമാണ് യുവാവ് വിളിച്ചിരിക്കുന്നത്. അദ്ദേഹത്തെ ജീവനുള്ളോളം കാലം
മറക്കില്ല. അദ്ദേഹം ചെയ്ത പ്രവർത്തനങ്ങൾ, അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മണ്ഡലങ്ങൾ അത്രത്തോളം സ്വാധീനിച്ചു എന്നുള്ളത് തന്നെയാണ് ഓരോരുത്തരും പറഞ്ഞു വെക്കുന്നത്. രാവിലെ മുതൽ നമ്മളെ വിളിക്കുന്ന പ്രേക്ഷകരടക്കം പറയുന്നത് ഇതാണ്. നമുക്ക് സന്ദേശങ്ങളടക്കം ലഭിക്കുമ്പോൾ അവരും പറയുന്നത് VS എന്നുള്ള ആ ഒരു നായകനെ, സമര നായകനെ നമുക്ക് ഒരിക്കൽ പോലും മറക്കാൻ സാധിക്കില്ല. അദ്ദേഹം അത്രത്തോളം ജനഹൃദയങ്ങളിലേക്ക് ആഴ്ന്ന് ഇറങ്ങിയിട്ടുണ്ട് എന്നാണ് ഓരോരുത്തരും പറഞ്ഞു വെക്കുന്നത്. അത്തരത്തിൽ VS എന്ന നായകനെ ഓരോരുത്തരും ഓർത്തെടുക്കുന്നത് വലിയ രീതിയിൽ തങ്ങൾക്ക് ചെയ്തു വെച്ച പ്രവർത്തനങ്ങളെ, അദ്ദേഹത്തിൻ്റെ ഓരോരോ പ്രവർത്തനങ്ങളിലും പ്രവർത്തന മണ്ഡലങ്ങളിലും അദ്ദേഹം എത്രത്തോളം സജീവമായിരുന്നു എന്നതടക്കമുള്ളതാണ്. ലാൽ സലാം സഖാവിന് ആദരാഞ്ജലികൾ എന്നതെല്ലാം നമുക്ക് ഓരോ പ്രേക്ഷകരും നമുക്ക് പറയുന്നുണ്ട്. സുജേഷ് നന്നങ്ങാടി നമുക്ക് ലാൽ സലാം സഖാവെ അങ്ങേക്ക് പ്രണാമം എന്ന നമുക്ക് സന്ദേശം അയച്ചിരിക്കുന്നു. അത്തരത്തിൽ നിരവധി ആളുകളാണ് നമ്മുടെ യൂട്യൂബ് ചാനലുകളിലും അതോടൊപ്പം തന്നെ നമുക്ക് ബന്ധപ്പെടാൻ കഴിയാവുന്ന മുഴുവൻ സ്രോതസ്സുകളിലൂടെയും വിളിച്ച് അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ പറയുന്നത്. അദ്ദേഹവുമായുള്ള വിലാപ യാത്ര ആലപ്പുഴയിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പാതയുടെ ഇരുവശങ്ങളിലടക്കം നിരവധി ആളുകൾ അദ്ദേഹത്തെ കാണാൻ തടിച്ച് കൂടിയിരിക്കുന്നു. തിരുവനന്തപുരത്ത് ആകെ 23 പോയിന്റുകളാണ് യാത്രക്കാർക്ക്, ഇവിടെ കാണാൻ വേണ്ടി, ഈ ജനങ്ങൾക്ക് കാണാൻ വേണ്ടി ഒരുക്കിയിരുന്നത്. എന്നാൽ അത് ഇപ്പോൾ മാറിയിരിക്കുന്നു. ആ ഒരു സ്ഥിതി മാറുന്നു. ഈ ജനങ്ങൾ ഉള്ളിടത്തെല്ലാം തന്നെ സഖാവിനെ കാണാൻ അവർക്ക് വേണ്ടി സൗകര്യം ഒരുക്കി കൊടുക്കേണ്ട സ്ഥിതിയിലേക്ക്, അത്രത്തോളം ആ സ്നേഹം ആണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്.